ഗോകുലം മൂവീസിന്റെ പ്രൊഡക്ഷനിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് പ്രതിച്ഛായ. നമ്മുടെ കേരള രാഷ്ട്രത്തിന്റെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വലിയൊരു നേതാവ്, രാഷ്ട്രീയ നേതാവിന്റെ ജീവിതകഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അത് ആരാണ് അല്ലെങ്കിൽ ആരെ പറ്റിയാണ് സിനിമ സംസാരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ബാലേന്ദ്ര മേനോൻ, പുള്ളിക്കാരന്റെ കാസ്റ്റിംഗ് അടിപൊളിയാണ്. പുള്ളിക്ക് കുറച്ച് വയസ്സായിട്ടുണ്ട്, വയ്യായ്മയുണ്ട്, എങ്കിലും നല്ല പുള്ളിയുടെ ആ ഒരു ഫയർ ഉണ്ടല്ലോ അതിപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഹരിശ്രീ അശോകൻ ഉണ്ട്, പിന്നെ മണിയൻപിള്ള രാജുണ്ട്, അതേപോലെ സായി കുമാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ തന്നെ ഉണ്ട്. പിന്നെ മെയിനായിട്ടും നിവിൻപോളി, പിന്നെ ഒരുപാട് ലേഡി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് അവരുടെ ഒന്നും പേര് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പം ഇതില് ഫസ്റ്റ് ഹാഫിന്റെ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് ഇതിന്റെ ഇന്റർവെലിനോട് അടുക്കുന്ന സമയത്ത് പടം നല്ല രീതിയിൽ ഓണാവുന്നുണ്ട്. അതിനു മുന്നേ വരെ എനിക്ക് ഡ്രാമയായിട്ടാണ് തോന്നിയത്. നല്ല ഒരു എന്താ പറയാ, ഒരു ഡ്രാമ തന്നെയാണ് പടം. മലയാളത്തിൽ തന്നെ പൊളിറ്റിക്കൽ ഡ്രാമ മൂവീസ് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും മികച്ച ഒരു മൂവിയായിട്ട് നമുക്കിതിനെ കാണാം. എങ്കിലും ഒരുപാട് പരിമിതി അല്ലെങ്കിൽ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. എങ്കിലും പറയാണ്, പടം ഒരുവിധം അടിപൊളിയായിരുന്നു. നമ്മുടെ സമകാലീന സംഭവങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കുറച്ച് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ഇതിൽ നിവിൻപോളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ CM ആയിട്ടുള്ള ബാലചന്ദ്ര മേനോന്റെ മകനായിട്ടാണ്. അപ്പോ പുള്ളിക്കാരൻ അതായത് CM എന്ന് പറയുന്നത് കുറച്ച് കറക്റ്ററാണ്, എങ്കിലും പുള്ളി അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു CM ആണ്. അപ്പൊ പുള്ളിക്ക് നേരെ ഒരു അലിഗേഷൻ വരികയും പുള്ളിക്കാരനെ ഡൗൺ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നീട് നിവിൻപോളിയുടെ ക്യാരക്ടർ വരികയാണ്. നിവിൻപോളിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് അത്ര വലിയൊരു രസമായിട്ട് തോന്നിയില്ല, കുറച്ച് തണുത്തൊരു ഇൻട്രോ ആണ്. പക്ഷെ ചില സമയത്തൊക്കെ പുള്ളിയുടെ മാനറിസവും അല്ലെങ്കിൽ ചില പോർഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ലാലേട്ടനെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. പുള്ളിയുടെ പഞ്ച് ഒരു ചെറിയൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീനും അതിന് തൊട്ട് മുന്നത്തെ കുറച്ച് മാനറിസവും ഒക്കെ എനിക്ക് ലാലേട്ടനെ പോലെ തോന്നിയ. അതേപോലെ തന്നെ ചില നടത്തവും ചെറിയ ചരിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് തണുത്താണ് പടം പോകുന്നത്. ഒരു പക്ക ഡ്രാമയായിട്ട് സ്ലോയിൽ പോകുന്ന ഒരു പടമാണ്. എന്നാൽ ഇന്റർവെലിനോട് അടുക്കുന്ന സമയത്ത് പടം നല്ല കയറുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സ്കോറാണെന്നറിയാവോ? ഈ സ്കോർ മാത്രം മതി രോമാഞ്ചം എനിക്ക്. അതുപോലത്തെ പക്കായിട്ട് ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സ്കോറിനെല്ലാം. അതിപ്പം നിവിൻപോളിയുടെ ഇൻട്രോ ആണെങ്കിലും ഇതിനകത്ത് ഷറഫുദ്ദീൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ഷറഫുദ്ദീന്റെ ബീജമുണ്ട്. എല്ലാം അടിപൊളിയാണ്. അതിനകത്തൊരു സോങ് വരുന്നുണ്ട്, അത് സെക്കൻഡ് ഹാഫിനകത്താണ്. ട്രെയിലറിനകത്ത് തന്നെ കാണിക്കുന്നത് നിവിൻപോളി അകത്തോട്ട് എൻട്രി ചെയ്ത് വരുന്ന സീനിനകത്തൊരു, അതായത് നിവിൻപോളിയുടെ ഒരു സെക്കൻഡ് എൻട്രി ആയിട്ട് വരുന്ന ഒരു സീനാണ്. ആ സീൻ കുറച്ചു നേരമുണ്ട്. ആ സീനിനകത്ത് വരുന്ന ആ ഒരു സോങ് ഉൾപ്പെടെ ആ ഒരു ഷോട്ടുകൾ ഫുള്ള് കിടിലോ. നമ്മൾക്ക് നല്ലൊരു ഹൈ തരുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ്സ് ആ ഒരു സീൻസ് മൊത്തം. അപ്പോ ഒരുപാട് ഫാമിലി മൊമെന്റ്സും പിന്നീട് ചെറിയ ചെറിയ തമാശകളൊക്കെ ഉണ്ട്. അതേപോലെ നല്ല സ്ലോയിൽ പോയി കത്തിക്കേറുന്ന രീതിയിലുള്ള ഒരു ഇന്റർവെല്ലിൽ വരെയുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ്. ഇതിനകത്താണ് ഷറഫുദ്ദീന്റെ ഇൻട്രോ ഒക്കെ വരുന്നത്. അതെല്ലാം നല്ല അടിപൊളി ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരന്റെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡും അതേപോലെ ഹരിശ്രീ അശോകനും ഒക്കെ നെഗറ്റീവാണ്. എങ്കിലും വലിയ കൊടൂര വില്ലന്മാരൊന്നുമല്ല, പൊളിറ്റിക്കൽ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സാണ് അവരുള്ളത്. ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് പടം പിന്നീട് കുറച്ചു നേരം നല്ല ഓക്കെയാണ് കേട്ടോ. നല്ല ഓണായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. നിവിൻപോളിയുടെ കുറച്ച് ഓറ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് പിന്നീട് പടം വീണ്ടും ഡ്രാമയാവും. ഈ കുറച്ച് എനിക്ക് അവരുടെയൊക്കെ സീരിയൽ പോലെയൊക്കെ തോന്നി. അതിന് എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് ഡ്രാമയായിട്ടാണ് പടം പോയത്. അങ്ങനെ പോയി ലാസ്റ്റ് പടം ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ഒരു വലിയ സോഷ്യൽ മെസ്സേജ് ഒക്കെ തന്നിട്ടാണ് പടം അവസാനിക്കുന്നത്. അപ്പോ ആ ഒരു CMന്റെ അല്ലെങ്കിൽ ഈ ബാലചന്ദ്ര മേനോന്റെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിവിൻപോളി നടക്കുന്നതും. അപ്പൊ ആ ഒരു ഇതാണ് പടം. പക്ഷേ ഇതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫ് തൊട്ട് കുറച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ കുറച്ചൊരു ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായാണ്. ഇതിപ്പോ എനിക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ.
ഒരു വൺ ടൈം വാച്ച് ഒക്കെ ആയിട്ടുള്ള ഒരു ആവറേജ് മൂവി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം നമുക്ക് എതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവി ആവുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലുള്ള പാർട്ടി, ഈ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് മെയിൻ വില്ലൻ അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ നമ്മളെ എത്രത്തോളം അല്ലെങ്കിൽ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അതേപോലെ തന്നെ വാർത്തകൾ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം, നമ്മളുടെ സ്വകാര്യതയിലേക്ക് എങ്ങനെയൊക്കെ കയറാം, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നൊരു ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ സോഷ്യൽ മെസ്സേജസും ഒക്കെയാണ് ഈ മൂവിയിൽ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു കോർപ്പറേറ്റ് കമ്പനി നമ്മുടെ നാടിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ലൈക്ക് എന്താ ഒരു നോർമലി അവസാനം കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ അത് നിർത്തി. അല്ലാണ്ട് അതിനകത്തൊരു വലിയ മൊമെന്റ്സോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിനോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷനോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കോറുകൾ വെറുതെ ഉള്ള സമയത്തല്ല സ്കോറുകൾ എഴുതുന്നുണ്ട്. പക്ഷെ ആ സ്കോറുള്ള സമയത്തൊക്കെ നമുക്ക് സീൻ എലവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു സ്കോറിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള സീൻസ് ഒന്നും അല്ല അതിനകത്തുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം സ്ലോയില് ഒരു സ്ലോ ബേണർ ആയിരുന്നെങ്കിൽ കൂടിയും പിന്നീട് വീണ്ടും ആ ഒരു ചാർട്ട് വീണ്ടും താഴേക്ക് താന്നുപോയി. അപ്പോ ഒരു ത്രില്ലർ സാധനം ആയിരുന്നെങ്കിൽ വീണ്ടും ഇപ്പോ എന്താ രാമലീലയൊക്കെ പോലെ തന്നെ വേറൊരു പാർട്ടി അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിക്കാരുടെ ആ ഒരു രീതിയിലൊക്കെ പടം പറഞ്ഞു പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നേനെ, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേനെ. ഇത് പിന്നീട് വന്നപ്പോഴത്തേക്ക് വീണ്ടും താന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിലേ അല്ലെങ്കിൽ ആ ഒരു ലാഗ് തോന്നിച്ചു. പടം വീണ്ടും തണുത്തു. ഒരു ഉണ്ണികൃഷ്ണൻ പടം തന്നെ ആയിട്ട് തന്നെ സാധാരണ പുള്ളി എങ്ങനെയാണോ പടങ്ങളുടെ രീതി അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കുറച്ച് ഇന്റർനാഷണൽ രീതിയിലൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് ബഡ്ജറ്റൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ആവറേജ് മൂവി, എനിക്ക് അതാണ് പടത്തെ പറ്റി പറയാനുള്ളത്. കണ്ടിരിക്കാം, ഓക്കെയാണ്, കുഴപ്പമില്ല. ഈ പൊളിറ്റിക്സും അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ആവും, കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് നല്ല ബോറടിക്കും.